വിവാഹമോചന കേസിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീംകോടതി. ഫോൺ സംഭാഷണം വിവാഹമോചന കേസിലെ തെളിവായി സ്വീകരിക്കാം. തെളിവായി സ്വീകരിക്കാനാവില്ലെന്ന പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി വിധിയാണ് സുപ്രീംകോടതി റദ്ദാക്കിയത്. ഭാര്യയുടെ അറിവില്ലാതെ ഭർത്താവ് ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നത് സ്വകാര്യതയുടെ ലംഘനമല്ലെന്നും സുപ്രീംകോടതി. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്യാം ദേവരാജ്, സുപ്രധാനമായ ഒരു ഉത്തരവാണ് സുപ്രീംകോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം വിവാഹമോചന ഹർജികളിൽ തെളിവായി ഉപയോഗിക്കാൻ പാടില്ല, തെളിവ് നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് പറഞ്ഞ ഇടത്തു നിന്നാണ് സംഭാഷണം ഒരു രേഖയായി തെളിവായി മാറുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. ഭാര്യയുടെ അറിവില്ലാതെ ഭർത്താവ് ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നത് സ്വകാര്യതയുടെ ലംഘനമല്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. പങ്കാളികൾ തമ്മിലുള്ള ഫോൺ സംഭാഷണം വിവാഹമോചന കേസിലെ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഫോൺ സംഭാഷണം തെളിവായി സ്വീകരിക്കാനാവില്ല എന്ന കാര്യമായിരുന്നു നേരത്തെ. പങ്കാളികൾ തമ്മിലുള്ള ഫോൺ സംഭാഷണം തെളിവായി സ്വീകരിക്കാം എന്ന കാര്യം കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വ്യത്യസ്തമായ മറ്റൊരു വിധിയാണ് പുറപ്പെടുവിച്ചത്. തെളിവായി സ്വീകരിക്കാനാവില്ല എന്നായിരുന്നു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധി പറഞ്ഞത്. ആ വിധി സുപ്രീം കോടതി റദ്ദാക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഒപ്പം സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് ഈ നടപടി. തെളിവ് നിയമത്തിലെ 122-ാം വകുപ്പാണ് ഇതിന് അടിസ്ഥാനപരമായ വിഷയം. കാരണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള, പങ്കാളികൾ തമ്മിലുള്ള സംഭാഷണം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഭാഷണം, അത് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. അത് നിയമപരമായി ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിക്കോ അല്ലെങ്കിൽ തെളിവായോ അത് ഹാജരാക്കാനാവില്ല. പക്ഷെ അതിന്റെ പരിധിയിൽ ഇത് വരില്ല. ഇതൊരു സ്വകാര്യ സംഭാഷണമാണ്. സ്വകാര്യ സംഭാഷണം ആവില്ല, ഇത് തെളിവായി സ്വീകരിക്കാം എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സുതാര്യമായ വിചാരണയ്ക്കാണ് തെളിവ് നിയമത്തിലെ 122-ാം വകുപ്പ് എന്ന കാര്യവും കൂടി സുപ്രീം കോടതി നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, തെളിവ് നിയമത്തിലെ 122-ാം വകുപ്പ് സ്വകാര്യത സംബന്ധിച്ച അവകാശം കക്ഷികൾക്ക് നൽകുന്നില്ല. 122-ാം വകുപ്പിനെ മൗലികാവകാശമായി ബന്ധപ്പെടുത്തിയല്ല പരിഗണിക്കേണ്ടതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്വകാര്യതയുടെ പരിധിയിൽ ടെലിഫോൺ സംഭാഷണം ഉൾപ്പെടുന്നില്ല എന്നുമാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ സുപ്രധാനമായ. സംഭാഷണം തെളിവായി മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത്.